നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മണ്ണിലേക്ക് തൈ പറിച്ച് നട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. തൈകളൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട്. ഇടയിൽ ഇങ്ങനെ കള വരുന്ന സംഭവം നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. തൈകൾ കുറച്ച് മിസ്സിങ് ആയല്ലോ, എലി വന്ന് സ്റ്റാർട്ടിങ്ങിൽ പോയ ബുദ്ധിമുട്ടൊക്കെ വന്നില്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് വിത്തുകളാണ് ഇനി മണ്ണിലേക്ക് നേരിട്ട് വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഈ വിത്തുകൾ മണ്ണിലേക്ക് നേരിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണിയിലേക്ക് വിത്തുകൾ മാറ്റി ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച്, അതിനുശേഷം രാവിലെ നമ്മൾ ആ കോട്ടൺ തുണി നേരെ കുറച്ച് സൂഡോമോണസ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആ കിഴി ഇറക്കി വെച്ച്, പിന്നീട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ കിഴി അവിടെ നിന്ന് എടുത്ത് തുറന്ന് വീണ്ടും ഒരു കോട്ടൺ തുണിയിലേക്ക് വിത്തുകളൊക്കെ മാറ്റി അതിനുശേഷം ഇതാ പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂൾക്ക് പോകുന്നതിന് മുമ്പ് മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ ക്യാമറ ഹാൻഡിൽ ചെയ്യൽ. ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ ക്യാമറ കൊടുത്താണ്ട് നമുക്ക് കുറച്ചേരെ കുത്തിയിടാനും വേണ്ടി നിൽക്കാം. ഈ കൂർത്ത് വരുന്ന ഭാഗം നേരെ മണ്ണിലേക്ക് ഇതാ ഈ ഒരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഇടുക. മുകളിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ, കൂടുതൽ മണ്ണൊന്നും ഇടുന്നില്ല, ഇതുപോലെ ഇടുക. ഞാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഉപ്പ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്ന തെളിവ്. ഇന്ന് വിത്ത് ഇടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് അവിടെ ഹോള് കുത്തി വെച്ച് പോയിക്കണം വിത്ത് ഇടാനും വേണ്ടിയുള്ള. അതുകൊണ്ട് നമുക്ക് പണി കുറച്ച് എളുപ്പമായി. ഉപ്പതാ ഇറാനി വെറൈറ്റി വിത്തുമായിട്ട് അങ്ങോട്ട് പോയിട്ട്, അപ്പോൾ ആ ഏരിയയിൽ ഉപ്പ വിത്തിട്ടുണ്ട്. ഇന്ന് ലീവാക്കട്ടെ, സ്കൂൾ പോകണോ, താത്ത സ്കൂൾക്ക് പോകണില്ല, അല്ലെങ്കിൽ ഞാൻ പോകണില്ല എന്നൊക്കെ ഒരു അടവാണ്. പോയിക്കോളി നീ വൈകുന്നേരം വന്നിട്ടാ. ഇന്നലെ കുതിർത്ത് വെച്ചിട്ടുള്ള വിത്ത് ഈ കാണുന്ന ബാക്കിലുള്ള ഈ ഏരിയകളിലൊക്കെ ആയിട്ട് നമ്മൾ കുത്തിയിട്ടിട്ടുണ്ട്. ഈ തൊട്ടുപുറത്ത് കാണുന്ന ഈ ഒരു 4 ഏരിയ ഉണ്ടല്ലോ, ഇതിൽ മൊത്തം ഷമാമ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഷമാമ് നമ്മൾ ഇന്നലെ വെള്ളത്തിൽ വിട്ട് വെക്കുക, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഫെബ്രുവരി 17, മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം നിൽക്കും. നെൽകൃഷി ചെയ്യുന്ന പാടാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇനി വൈകിപ്പിക്കാൻ പറ്റില്ല. മതിയാ. ഷമാമിൻ്റെ വിത്താണ്. പാക്കറ്റ് പൊട്ടിച്ചിട്ട് നേരിട്ട് നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ പോവാണ്. കുന്തൻ വെറൈറ്റി ഷമാമ് 50 ഗ്രാമിൻ്റെ ഈ ഒരു പാക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് 3750 രൂപ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വിത്തിന് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും വിത്ത് ഇനിയും അഡീഷണലി നമ്മൾ കൊണ്ടുവരേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. ഏകദേശം 1 ഏക്കറിലാണ് 4000 വിത്തൊക്കെ നമ്മളെ സുഹൃത്ത് ഇബ്രാഹിം തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ 1 ഏക്കർ സ്ഥലം എടുത്തിട്ടില്ല, ഏകദേശം 75-80 സെൻറ്റ് അത്രേ ഉള്ളൂ. അത്രയും ഏരിയത്തിന് നമുക്ക് 4000 വിത്തോ അതിന് മുകളിൽ വിത്തോ പോകുന്ന സാഹചര്യമുണ്ട്. അതിനൊരു പ്രധാന റീസൺ ഉണ്ട്. നമ്മൾ ഏരിയ എടുത്തല്ലോ, ഇതിൻ്റെ സെൻറ്ററിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കുറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട്, അടുത്തടുത്ത് പോയോന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് കൂടുതൽ സീഡ് പോകുന്നത്. ചിലപ്പോൾ അതൊരു ഗുണമായിരിക്കും, ചിലപ്പം വള്ളി പടരാൻ ഗ്യാപ്പില്ലെങ്കിൽ ചിലപ്പം പ്രൊഡക്ഷനിൽ ചിലപ്പം കുറവ് വരാനും ചാൻസ് ഉണ്ട്. അതിനൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കൃഷി നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നനച്ച് വെച്ച വിത്താണെങ്കിൽ കയ്യിൽ ചിലപ്പോൾ 1, 2, 3 ഒക്കെ കയ്യിൽ ഒട്ടി പിടിച്ച് വരാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു വടി കൊണ്ട് ചെറിയൊരു ഹോളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അധികം താഴ്ചയല്ല കേട്ടോ, മാക്സിമം ഇത്ര അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ വെക്കുക, ജസ്റ്റ് മണ്ണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇട്ട് പോവുക. ഈ കാണുന്ന 4 ഏരിയയിൽ 340 സീഡ് പോകുന്ന പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് നേരത്തെ കമ്പൗണ്ട് ഇങ്ങനെ ഓട്ടാക്കി പോകുന്ന സമയത്ത് എണ്ണീക്കിന് എത്രണ്ണം പോകുന്നുള്ളത്. ആ കാണുന്ന 4 ഏരി കഴിഞ്ഞിട്ട് ഇതാ നമ്മളിപ്പുറത്തെ കണ്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഓറഞ്ച് മഞ്ച്, യെല്ലോ മഞ്ച് വെറൈറ്റി സീഡ് നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തിരുനാവായൽ നമ്മൾ സുഹൃത്തിൻ്റെ കടയിൽ പോയിട്ട് ഓറഞ്ച് മഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി യെല്ലോ മഞ്ചും കൂടി കിട്ടാണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഒരുപാട് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന കൃഷിയിടത്ത് പോയിട്ട് കഴിച്ചു നോക്കിയ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട 2 വെറൈറ്റിയാണ് ഓറഞ്ച് മഞ്ച്, യെല്ലോ മഞ്ച്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ഇനി ഇവിടെ ഒരു 9-10 ഏരിയ കൂടി നമുക്ക് ഫ്രീ ഉണ്ട്. അപ്പോൾ ഇവിടെ വെറൈറ്റീസൊക്കെ ഈ കണ്ടത്തിൽ നമ്മൾ ഇട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ തന്നെ ഓറഞ്ച് മഞ്ചും കൂടി നമുക്ക് ഇടാം. ചെറിയ തലേ സമയം ഇപ്പോൾ ഏകദേശം 12 മണി 12:15 ടൈമായിട്ടാണ്. ഇനി ഇവിടെ നിൽക്കില്ല, നല്ല വെയിലാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നാളെ.